നമുക്ക് എല്ലാ സമയത്തും ഒന്നും കിട്ടാത്തൊരു സാധനമാണ് കേട്ടോ നമ്മുടെ കൂണ്. മഴയാണെന്നും പറഞ്ഞ് ആരും മൂടിപ്പൊച്ച് കിടക്കാതെ മഴയൊക്കെ കുറയുന്ന സമയം നോക്കി നമ്മുടെ മണ്ണിനോടും കാടിനോടും ഒക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതുപോലെ ഒന്ന് ഇറങ്ങി നടന്നാലുണ്ടല്ലോ, നമ്മുടെ സുന്ദരന്മാർ നിൽക്കുന്ന നിപ്പ് കണ്ടോ. അപ്പം എല്ലാവർക്കും എത്ര തപ്പി നടന്നാലും ചിലർക്കൊന്നും ഇത് കാണുകയില്ല കേട്ടോ. പക്ഷെ കൂണൊക്കെ തപ്പി പഠിക്കണമെങ്കിൽ അതും ഒരു പ്രത്യേക കഴിവുമാണ്. എനിക്കൊക്കെ ആണെങ്കിലും നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും കൂണ് മുളച്ച് നിൽപ്പുണ്ടെങ്കിലും ഉണ്ടല്ലോ, അതിൻ്റെ സ്മെല്ല് വരും. ഞാൻ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ഞാൻ എവിടെയാണ് കൂണ് നിൽക്കുന്നതെന്ന് പോയി തപ്പി കണ്ടുപിടിക്കും കേട്ടോ. അങ്ങനെ തപ്പി കണ്ടുപിടിച്ചാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൂണെ. അതിൻ്റെ തണ്ടെന്ന് പിടിച്ച് കളയാതെ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മഴ, അതായത് ഞങ്ങളൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ മഴ നല്ലതുപോലെ പെയ്ത് മണ്ണൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം കിട്ടുന്ന കൂണുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അതിന് മുൻപുണ്ടാകുന്ന കൂണൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അത് അതിന് മുന്നേ ഒരു കുഞ്ഞു കൂണും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള സ്പെഷ്യൽ നമ്മുടെ കൂണ് കറിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള നമ്മുടെ കൂണുകളൊക്കെ കിട്ടാറുണ്ടോയെന്നും നിങ്ങളിതൊക്കെ ഉപയോഗിക്കാറുണ്ടോയെന്നും, ചില ആൾക്കാരൊന്നും ഈ കൂണുകൾ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ, പേടിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.